ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് ചെയ്യുന്ന നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു മാലയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് ഹെഡ് പിൻസ്, ബീഡ്സ്, ക്രിസ്റ്റൽസ്, പിന്നെ ജംബറിങ്, ഗിയർ ലോക്ക്, ഒരു ഹുക്ക്, ഗിയർ വയർ, ടൂൾസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇന്ന് ആവശ്യം. അപ്പം ഇങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹെഡ് പിൻ എടുക്കാം. ഹെഡ് പിന്ന് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് 2 പീസാക്കിയിട്ട് നമുക്ക് 2 പീസും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് തിന്നായിട്ടുള്ള ഒരു മെറ്റൽ വയർ പോലെയുള്ള ഹെഡ് പിന്നാണ്. 2 അറ്റത്തും കുഞ്ഞു ബോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മുത്തിൽ കോർത്ത് കഴിയുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. വേറെ ടൈപ്പ് ഹെഡ് പിന്നാകുമ്പോൾ പരന്നിട്ടായിരിക്കും ഇതിൻ്റെ അറ്റം ഇരിക്കുക. ഇതാകുമ്പോൾ കുഞ്ഞൊരു മുത്ത് പോലെ തന്നെ കാണുമ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ അതിലോട്ട് നമ്മളൊരു ക്രിസ്റ്റൽ കോർത്ത ശേഷം നമുക്ക് ചെറിയ ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ലൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്ലെയർ ഉണ്ടെങ്കിൽ ഇതിലിങ്ങനെ പിടിച്ച് ജസ്റ്റ് ഒരു റൗണ്ട് ചുറ്റിയിട്ട് ബാക്കിയുള്ള മെറ്റൽ ലെങ്ത്ത് മുഴുവൻ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് റൗണ്ടിൽ ക്രിസ്റ്റലിൻ്റെ മേലെ ഫുള്ളായിട്ട് ചുറ്റി വയ്ക്കാം. അല്ലെങ്കിൽ 1-2 ചുറ്റിയിട്ട് എക്സ്ട്രാ വരുന്ന ഈ ലെങ്ത്ത് വരുന്ന വയർ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇങ്ങനത്തെ പ്ലെയർ ഇല്ലെങ്കിൽ ടൂത്ത് പിക്കോ റീഫില്ലറോ അങ്ങനെ എന്തെങ്കിലും ഇതേപോലെയുള്ള റൗണ്ട് എത്ര വലിപ്പം വരുന്ന റൗണ്ടുള്ള ഏതെങ്കിലും സാധനം എടുത്തിട്ട് അതിൽ നമുക്കിങ്ങനെ ചുറ്റിയിട്ട് ഇതുപോലെ ലൂപ്പ് ഉണ്ടാക്കി എടുക്കാം. ഇപ്പോൾ വൈറ്റ് ക്രിസ്റ്റൽ നമുക്ക് ഓർത്ത പോലെ തന്നെ 8 കളർ ക്രിസ്റ്റൽസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 8 കളേഴ്സും നമുക്കിതുപോലെ കുഞ്ഞു ലൂപ്പുകൾ ഉണ്ടാക്കി റെഡിയാക്കി എടുക്കാം. പിന്നെ ബീഡ്സ് ആണ്, അതായത് വൈറ്റ് കളർ മുത്താണ് മാല കോർക്കാൻ വേണ്ടിയിട്ട് ബാക്കി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 8 കളേഴ്സ് ക്രിസ്റ്റലും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ 8 കളർ ക്രിസ്റ്റലും ഓരോ കളർ ക്രിസ്റ്റലും ഞാൻ 16 നമ്പറാണ് എടുത്തിരിക്കുന്നത്. 16 വെച്ചിട്ടാണ് ഓരോ കളറും എടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഗിയർ വയർ എടുക്കാം. ഗിയർ വയർ ഇതിൽ 0.45 mm ആണ് തിക്നെസ്. അതുപോലെ തന്നെ 100 മീറ്ററിൻ്റെ റോളാണ് ഇത്. ഇതിൻ്റെയും ഈ ഹെഡ് പിന്നിൻ്റെ എല്ലാം ലിങ്ക് ഓൺലൈൻ വാങ്ങിക്കാനുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റിന് ഗിയർ വയർ എടുത്തു, അതിലോട്ടൊരു ഗിയർ ലോക്ക് കോർത്തു. ഗിയർ ലോക്ക് കോർത്ത ശേഷം നമ്മൾ അതിനുള്ള ഹുക്ക് കോർക്കുക. ഹുക്ക് കോർത്തിട്ട് വീണ്ടും ഈ ഗിയർ വയറിൻ്റെ ഒരറ്റം എടുത്തിട്ട് തിരിച്ച് ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് വലിച്ച് ടൈറ്റ് ചെയ്ത ശേഷം അവിടെ നമുക്ക് പ്ലെയർ യൂസ് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് ഗിയർ ലോക്ക് യൂസ് ചെയ്യുന്നത്. നമ്മളിതുപോലെ ഹുക്ക് കോർക്കാനാണ് മെയിനായിട്ട് അതിൻ്റെ ആവശ്യം. അപ്പോൾ ഇനി നമുക്ക് മുത്ത് കോർക്കാം. മുത്ത് കോർക്കാൻ വേണ്ടി വൈറ്റ് കളർ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. 3 സൈസിലുള്ളത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ സൈസിലുള്ളത് ആദ്യം കോർക്കാം. അതിന് ശേഷം കുറച്ചുകൂടി വലുത് കോർക്കാം. വീണ്ടും കൂടുതൽ വലിപ്പമുള്ളതാണ് നടുവിൽ കോർക്കുന്നത്. അപ്പോൾ അതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. തീരെ ചെറുത് നല്ല 2 mm സൈസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ 4 mm സൈസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഈ ഗിയർ ലോക്ക് കോർത്തതിൻ്റെ അവിടെയുള്ള അത് അറ്റം ഉണ്ടല്ലോ, അതുകൂടി നമ്മൾ മുത്ത് കോർക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ കുത്തൊന്നുമില്ല, അതിൻ്റെ അറ്റം വെളിയിലോട്ട് കാണാതെ മുത്തിൻ്റെ ഉള്ളിലോട്ട് ഇരുന്നോളും. അപ്പോൾ അതിനുശേഷം നമ്മൾ വലിയ മുത്ത് കോർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലൂപ്പ് കോർത്ത് വെച്ചിരിക്കുന്ന ക്രിസ്റ്റൽസ് ഓരോന്നായിട്ട് കോർക്കാം. 8 കളേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 8 എണ്ണം കോർക്കുന്നു. ഒരു സെറ്റ് 8 എണ്ണം കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടിയിട്ട് ഈ 8 മുത്ത് കോർക്കാം. അതായത് ഒരു കളർ 2 മുത്താണ് കോർക്കുന്നത് ഒരു സെറ്റിൽ. അങ്ങനെ നമ്മൾ ആദ്യം 8 കളറും കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി 8 കളറും കോർക്കുക. അപ്പോൾ അങ്ങനെ 16 ക്രിസ്റ്റൽസ് ആണ് 2 മുത്തിൻ്റെ ഇടയിൽ ഇവിടെ ഞാൻ കോർത്തിരിക്കുന്നത്. അപ്പോൾ 2 വെള്ള മുത്തുകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് കുറച്ചുകൂടി കൂടുതൽ ക്രിസ്റ്റൽസ് വേണമെന്നുണ്ടെങ്കിൽ അത്രയും ഇതുപോലെ കോർക്കാം. കുറച്ചുകൂടി വീതിയിൽ ക്രിസ്റ്റൽസ് വേണമെങ്കിൽ ഇനിയും ഒരു സെറ്റ് കൂടി കോർക്കാം. അതിനുശേഷം വീണ്ടും ഒരു വെള്ള കളർ മുത്ത് കോർത്തു. അപ്പോൾ ഇതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ കുറച്ച് ക്രിസ്റ്റൽസ്, അതായത് 8 കളറും ഓരോന്ന് കോർത്ത ശേഷം വീണ്ടും 8 കളർ കോർക്കുക, വീണ്ടും വെള്ള കളർ മുത്ത് കോർക്കാം. അങ്ങനെ നമ്മൾ ഒരു സെറ്റ് ഇവിടെ മുഴുവൻ കോർത്ത് കഴിഞ്ഞു. 7 മുത്താണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ കോർത്തിരിക്കുന്നത്. വലിയ വൈറ്റ് കളർ മുത്ത് 7 എണ്ണമാണ് കോർത്തിരിക്കുന്നത്. പിന്നെ ബാക്കിലോട്ട് വരുന്ന ചെറിയ മുത്തുകളെല്ലാം എത്ര മാലയ്ക്ക് ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട് അത്രയും മുത്ത് നമുക്ക് എടുത്ത് കോർക്കാം. ഞാനിവിടെ ചെറിയൊരു മാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 സൈഡിലും കുറച്ച് മുത്തുകൾ മാത്രമേ കോർത്തിട്ടുള്ളൂ. അപ്പോൾ മാലയ്ക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട് അത്രയും മുത്ത് കോർക്കുക. അതിനുശേഷം നമുക്കൊരു ജംബറിങ് ഒരു ഭാഗത്ത് കണക്ട് ചെയ്യാം. മറ്റേ ഭാഗത്ത് നമ്മൾ ആദ്യം ഹുക്ക് കോർത്തു. അപ്പോൾ അത് കോർക്കാനുള്ളൊരു ജംബറിങ് മറ്റേ ഭാഗത്ത് നമുക്ക് കോർക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ഗിയർ ലോക്ക് കോർക്കാം. അതിനുശേഷം ജംബറിങ് കോർത്തിട്ട് ഈ ഗിയർ വയർ വീണ്ടും ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ എടുത്ത് വലിച്ച് ടൈറ്റ് ചെയ്ത് പ്ലെയർ യൂസ് ചെയ്തിട്ട് ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ അറ്റം കട്ട് ചെയ്ത് മാറ്റിയ അറ്റം ഈ 2 മുത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട്
വെളിയിൽ കാണുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ഈസിയാണ്. വലിയ മുത്തിന് പകരം കുഞ്ഞു മുത്തുകൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ക്രിസ്റ്റൽസ് വേണമെങ്കിലും ഈ വെള്ള കളർ മുത്തിന് പകരം വലിയ ക്രിസ്റ്റൽസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്തിട്ടെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ മാല ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.